ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടില്ല, നഷ്ടത്തിലാണ്, ഇവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറയും നമ്മൾ കരഞ്ഞ് വിളിച്ചെന്നുണ്ടെങ്കിൽ പോലും അന്താരാഷ്ട്ര ഭീമന്മാർക്കൊക്കെ ഇവിടുത്തെ മാർക്കറ്റ് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ളതാണ് എന്നറിയാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യയിലെ ഫുട്ബോൾ എന്ന വികാരത്തിനെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് പുറത്തുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തേണ്ട ആളുകളുടെ പിടിപ്പുകേട് കൊണ്ടാണ് നമ്മളിങ്ങനെ അതപ്പതിച്ച് പോകുന്നത്. കഴിഞ്ഞ 6 മാസമായിട്ട് ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൻസിനെ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഫുട്ബോൾ ഭരണകർത്താക്കളെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ന്യൂസിലൻഡിലേക്ക് ഇന്ത്യ അയക്കുന്നതിന് ഗവൺമെന്റ് തലത്തിലാണ് ഒരുപാട് എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തത്. അല്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. രണ്ട് രാജ്യത്തിന്റെയും ഭരണാധികാരികൾ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പൊ നമുക്ക് അടുത്ത സീസണിൽ ISL-ലേക്ക് പുതിയ ബോർഡ് പാർട്ണർ വരുന്നുണ്ട്. നിവി ആയിരിക്കും ബോർഡ് പാർട്ണർ. നിവിയെ കൂടാതെ മറ്റൊരു അന്താരാഷ്ട്ര കമ്പനി കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വരാൻ പോകുന്ന സീസണിലെ ബോർഡ് പാർട്ണർ ആവാൻ വേണ്ടി മത്സരിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഫുട്ബോളിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് വിദേശികൾക്ക് അറിവുണ്ട്, നമുക്കറിവില്ല എന്നുള്ളതാണ് പ്രശ്നം. വിദേശികൾക്ക് അറിവുണ്ടെങ്കിൽ പോലും ഇവിടെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ കഴിയാത്തത് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് എന്നുള്ള വസ്തുതയും നമ്മൾ മറക്കാൻ പാടില്ല.